ഡിവൈഎഫ്ഐയെക്കുറിച്ച് നമ്മുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും അതിൻ്റെ ഒരു ശക്തിയെ തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ഒരു വിശ്വാസ്യതയുള്ള ബ്രാൻഡായി മാറിയിട്ടുണ്ട്. ഒരു CPM എന്ന് പറയുന്ന സംഘടനയ്ക്ക് ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ അതിൽ മാത്രമായി ചുരുങ്ങുന്ന ഒരു സംഘടനയോ അല്ലാതെ അതിനപ്പുറത്തേക്ക് വളരാൻ ഡിവൈഎഫ്ഐക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളെയൊക്കെ കേന്ദ്രീകരിച്ച് 1 കോടിയിലധികം പൊതിച്ചോറ് ഇതിനകം തന്നെ വിതരണം ചെയ്തു എന്നുള്ളതാണ് കണക്ക്. ഡിസ്പ്യൂട്ട് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കോവിഡിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം കണ്ടു പഠിക്കണം എന്ന് കോൺഗ്രസിൻ്റെ പല നേതാക്കളും പരസ്യ പ്രസ്താവന നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു ബ്രാൻഡ് എന്നുള്ള നിലയിൽ, ഒരു സംഘടന എന്നുള്ള നിലയിൽ ഡിവൈഎഫ്ഐ വലിയ നിലയിൽ കേരളത്തിൻ്റെ എല്ലാ തുറകളിലും അതിൻ്റെ സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും.